ഒമാനിലെ ബർക്കയ്ക്കടുത്ത് ഖസായിനിൽ അടുത്തിടെ ആരംഭിച്ച അന്തർദേശീയ നിലവാരമുള്ള പച്ചക്കറി മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് ബിനു എസ് കൊട്ടാരക്കര. സിലാൽ എന്നാണ് ഈ പച്ചക്കറി മാർക്കറ്റ് അറിയപ്പെടുക. ആധുനിക സൗകര്യങ്ങളോടെയാണ് ഒമാനിലെ പുതിയ പഴം പച്ചക്കറി മാർക്കറ്റ് ബർക്ക വിലായത്തിലെ ഖസാൻ സിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അന്തർദേശീയ നിലവാരത്തോടെ പണിഞ്ഞ ഈ മാർക്കറ്റിന് സിലാൽ എന്നാണ് പേരിട്ടിരിക്കുന്നത്. മൊബൈല സെൻട്രൽ മാർക്കറ്റിനോട് ബന്ധിക്കുമ്പോൾ വേറെ പ്രത്യേകതകളാണ് പുതിയ മാർക്കറ്റിന് ഉള്ളത്. വർഷങ്ങളായി മസ്കത്തിലെ മവേലയിൽ പ്രവർത്തിച്ചിരുന്ന പഴം പച്ചക്കറി മാർക്കറ്റാണ് പുതിയ രീതിയിൽ വിശാലമായ സൗകര്യങ്ങളോടെ ഇവിടേക്ക് മാറ്റിയിരിക്കുന്നത്. മേഖലയിലെ പഴം പച്ചക്കറി വ്യാപാര സ്ഥാപനങ്ങളെയെല്ലാം ഒറ്റ കുടക്കീഴിലാക്കി എന്നതാണ് മാർക്കറ്റിൻ്റെ പ്രത്യേകത. 170 മൊത്ത വ്യാപാര സ്ഥാപനങ്ങളാണ് ഇവിടെ തുറന്നത്. അന്തർദേശീയ നിലവാരത്തിൽ നിർമ്മിച്ച മാർക്കറ്റിന് ഏറെ പ്രത്യേകതകളുണ്ട്. 5 ലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലത്ത് നിലകൊള്ളുന്ന പുതിയ മാർക്കറ്റ് മവേല സെൻട്രൽ മാർക്കറ്റിനെ അപേക്ഷിച്ച് ഏറെ സൗകര്യമുള്ളതാണ്. മാർക്കറ്റിനടുത്തായി 3000 പേർക്ക് താമസിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതിനാൽ ഒമാൻ സ്വദേശികൾ ഉൾപ്പെടെ നിരവധി പുതിയ വ്യാപാരികൾ മാർക്കറ്റിൽ സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മൊവാല മാർക്കറ്റിനെ അപേക്ഷിച്ച് സിലാൻ മാർക്കറ്റിൽ ട്രക്കുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൂടുതലാണ്. കോൾഡ് സ്റ്റോർ സൗകര്യം കൂടുതലുണ്ട്. പിന്നെ ഇത് മാർക്കറ്റ് ഒരു ഓപ്പൺ മാർക്കറ്റാണ്. അതുകൊണ്ട് കസ്റ്റമർക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാ സാധനങ്ങളും ഒരിടത്ത് തന്നെ കിട്ടാൻ സാധിക്കുന്നുണ്ട്. അത് കസ്റ്റമർക്ക് നല്ലൊരു സൗകര്യമാണ്. പഴങ്ങളും പച്ചക്കറികളും കേടുവരുന്നത് മൂലമുണ്ടാകുന്ന നഷ്ടം തടയാൻ സാധിക്കുമെന്നത് വലിയ പ്രത്യേകതയായി കച്ചവടക്കാർ പറയുന്നു. മതിയായ സൗകര്യമില്ലാത്തതിനാൽ 30 മുതൽ 35% വരെ പച്ചക്കറികൾ ഇവിടെ കേടുവന്നു പോകുന്നു എന്നാണ് കണക്ക്. ഖസായിൻ സാമ്പത്തിക നഗരത്തിലെ സിലാൽ ഒരു മാർക്കറ്റ് മാത്രമല്ല, ഖസായിനിലെ ഭക്ഷ്യനഗരത്തിൻ്റെ ഹൃദയഭാഗം കൂടിയാണിത്. ഇൻ്റർനാഷണൽ മാർക്കറ്റ് എന്നൊരു ഫീലിംഗ് തന്നെയാണ് ഈ ഖസായിൻ സിലാൽ മാർക്കറ്റ് നമുക്ക് തരുന്നതും. അപ്പോൾ ഇത് കസ്റ്റമേഴ്സിന് വളരെ ഉപകാരപ്പെടുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ നിൽക്കുന്ന പല കമ്പനീസിനുള്ള ആൾക്കാർക്കും അത് വലിയൊരു ഗുണമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. വിപണനം, വിതരണം, സ്റ്റോറേജ്, ഇറക്കുമതി തുടങ്ങിയ മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്ക് ഇത് വഴിയൊരുക്കുമെന്ന് പറയുന്നു ഈ രംഗത്തുള്ളവർ. എല്ലാവർക്കും വന്ന് നിന്ന് പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നല്ല AC റൂമിലാണ്, ഫുള്ളായിട്ട് എയർ കണ്ടീഷൻ ചെയ്ത സ്ഥലത്താണ് സാധനങ്ങൾ വെക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ സാധനങ്ങൾ ഡാമേജ് വരാതെ നല്ല ഫ്രഷായിട്ട് കൊടുക്കാൻ പറ്റും. തന്നെയല്ല, ഈ മാർക്കറ്റിൽ ഏകദേശം ഹോൾസെയിലായിട്ടുള്ള 170ഓളം ഷോപ്പുകളുണ്ട്. അതുപോലെ അതിൻ്റെ തന്നെ കിയോസ്കിയായിട്ട് ഏകദേശം 288ഓളം കിയോസ്കുകളുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഒരു കുടക്കീഴിലാണ്. ഒരു റൗണ്ടിൽ ഒന്ന് നടക്കുമ്പോൾ എല്ലാ ആൾക്കാരെയും എല്ലാ ബിസിനസ്സുകാരെയും ഒന്നിച്ച് കാണാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ്. കേന്ദ്രീകൃത ശീതീകരണ സംവിധാനം, മൊത്ത വ്യാപാര മേഖല, ഡ്രൈ സ്റ്റോറേജ്, പഴം പച്ചക്കറികൾ വേർതിരിക്കാനുള്ള പ്രത്യേക കേന്ദ്രം എന്നീ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഒമാൻ വിഷൻ 2040യുടെ ഭാഗമായ ദേശീയ ഭക്ഷ്യസുരക്ഷാ നയത്തിലേക്ക് എത്തിക്കുന്ന പദ്ധതി കൂടിയാണ് സിലാൽ. 2022 മെയ്യിലാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. പദ്ധതിയുടെ 98% നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. മൊത്തം 50 ദശലക്ഷം റിയാലാണ് നിക്ഷേപം. അടിപൊളി മാർക്കറ്റാണ്. എല്ലാ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും ചേർത്ത് ഒരു 10-40 കൊല്ലത്തേക്ക് മുൻപോട്ട് കണ്ടുകൊണ്ടാണ് മാർക്കറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. ബറാത്തുകൾ ഏത് സമയത്ത് കൊണ്ടിടാനും എടുത്തിട്ട് പോകാനും അതിലുള്ള സംവിധാന സൗകര്യങ്ങൾ, ബാത്റൂമുകൾ, സ്റ്റോർ ഫെസിലിറ്റീസുകൾ. ഒമാനിലെ ജനസംഖ്യയുടെ പകുതി പേരുടെയും മാർക്കറ്റ് ആവശ്യങ്ങളെ നിറവേറ്റാൻ പുതിയ സെൻട്രൽ മാർക്കറ്റിലൂടെ സാധിക്കുമെന്നാണ് അധികൃതർ കണക്കാക്കുന്നത്. ഈ ആഴ്ചയിലെ വീക്കെൻഡ് അറേബ്യ കാഴ്ചകളിലൂടെ അവസാനിക്കുന്നു. ഇനി അടുത്ത ആഴ്ച കണ്ടുമുട്ടാം.